ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഇന്ന് കാലത്ത് എണീക്കുമ്പോൾ തന്നെ 4:30 അലാം അടിച്ചപ്പോൾ എണീക്കേണ്ടത് കുറേ പ്രാവശ്യം ആലോചിച്ചിട്ട് പിന്നെ എനിക്കന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണമല്ലോ, അങ്ങനെ ഓർത്ത് എണീറ്റതാട്ടോ. കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചതിന് ശേഷം ചോറ് ഇന്നലെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു സമാധാനമാണ് കേട്ടോ. കാലത്ത് എണീറ്റ് ഒരു മധുരമില്ലാത്ത ചായ കുടിക്കും. അതാണ് എൻ്റെ ഒരു സമയം എന്ന് പറയുന്നത്. ഒരു 5 മിനിറ്റ് കൂടെ തന്നെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് അടുത്ത പണി ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ മധുരത്തിന് പകരം ഞാൻ അതിന് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ്സ് ആണ് കേട്ടോ കഴിക്കാറ്. ഒരു ഡേറ്റ്സ് കഴിക്കാറില്ല കേട്ടോ, അതിൻ്റെ ഹാഫ് എടുത്തിട്ടാണ് ഞാൻ കഴിക്കുക. കുറച്ച് കടിക്കും, അതിന് ശേഷം കുറച്ച് ചായ കുടിക്കും. അപ്പം എന്തോ സമാധാനം കിട്ടിയ പോലെയും എന്തായാലും പെട്ടെന്ന് മധുരം ഉപേക്ഷിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവല്ലോ, അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ ഇത് വല്ലാണ്ട് സഹായിക്കും കേട്ടോ. അങ്ങനെ എന്നെ പോലെ ചായയിൽ മധുരം ഉപേക്ഷിക്കാൻ ആഗ്രഹമുള്ളവർ എങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുത്. ഇവിടെ മോനും ഏട്ടനൊക്കെ ചൂടുവെള്ളമാണ് കഴിക്കട്ടെ. അപ്പോൾ അത് എന്തായാലും വെള്ളം ഇത്തിരി ആക്കിയിട്ട് നമ്മൾ ഫ്ലാസ്കിലാക്കി വെച്ച ഒരു ദിവസം മുഴുവൻ അങ്ങനെ പോവും. വെജിറ്റബിൾസ് വാങ്ങാൻ പോയപ്പോൾ നമ്മുടെ ചക്കയുടെ കുഞ്ഞു ചക്ക കിട്ടി. അപ്പോൾ എന്തായാലും ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ വേവിക്കുകയാണ് കേട്ടോ. നമ്മളത് കുക്കറിൽ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അലുത്തു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് വേവിക്കുകയാണ്. അത് താളിക്കാനായിട്ടുള്ള കുറച്ച് ചെറിയ ഉള്ളിയും ഒരു 2-3 വെളുത്തുള്ളിയും ഞാൻ മാറ്റി വെച്ച്. ഈ ഗ്യാപ്പിൽ നമുക്ക് ഷർട്ട് അയൺ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ ഷർട്ട് അയൺ ചെയ്യാനായിട്ട് എടുത്ത് നോക്കിയപ്പോൾ അത് ഭയങ്കരമായിട്ട് ചുളുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാനൊരു ടിപ്പ് പറയാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഷർട്ട് ഇത്രയും ചുളിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ചെയ്താൽ മതി. നാട്ടിലൊക്കെ അച്ഛൻ ഇങ്ങനെയാണ് അയൺ ചെയ്യുക. ഇത് കണ്ടിട്ട് ഞാൻ എങ്ങനെയാ ഉണങ്ങിയ ഷർട്ടിനെ നനയ്ക്കണേന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇപ്പോഴത് മനസ്സിലായത്, ഒന്ന് നനച്ചു കൊടുത്ത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വടി കൊത്ത നല്ല ക്ലീൻ ആയിട്ടുള്ള ഷർട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ തന്നെയാണ് അയൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതേ ഉള്ളൂ. പിന്നെ ഷർട്ട് അയൺ ചെയ്യുമ്പോൾ നന്നായി വലിച്ചു പിടിച്ച് അയൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളിലോ പുറമേ ഒന്നും ചുളിവുകളൊന്നും ഇല്ലാണ്ട്, അതായത് വട്ടിയൊന്നും ഇല്ലാണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ വീഡിയോ എടുക്കുന്ന കാരണം എനിക്കങ്ങനെ വലിച്ച് അയൺ ചെയ്യാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണം കേട്ടോ. ഷർട്ട് അയൺ ചെയ്ത് ഇത്തിരി ടാസ്ക്കുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ കുറച്ചൊന്ന് പ്രാക്ടീസ് കഴിഞ്ഞ് പെട്ടെന്ന് ചെയ്ത് കഴിയും കേട്ടോ. പിന്നെ നല്ല കോട്ടൺ ഷർട്ടാണെങ്കിൽ നല്ല ഫുൾ ഇട്ട് കഴിഞ്ഞിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടും. ഇനി ഞാനതൊന്ന് ഹാങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിലേക്ക് തിരിച്ചു വരാം. അയൺ ചെയ്ത് കഴിഞ്ഞ നേരം കൊണ്ട് നമ്മുടെ ചക്ക നന്നായി വെന്തുണ്ടായിരുന്നു. അപ്പം ഞാനത് ഊറ്റി വെച്ചു കേട്ടോ. ഒരു സ്ട്രെയിനറിൽ ഞാനത് ഊറ്റി വെക്കുകയാണ് ചെയ്തത്. മിക്സിയിലിട്ട് അടിച്ചാലും നമുക്ക് നല്ല തരിതരിനായിട്ട് കിട്ടും. പക്ഷെ ഒന്ന് കടിക്കാനൊക്കെ ഉള്ള ഇതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ സ്പൂൺ കൊണ്ട് കുത്തി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഒന്ന് ഉടച്ചെടുത്തു. അതിന് ശേഷം ഞാൻ താളിക്കുകയാണ് ചെയ്തത്. നമ്മൾ വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും പിന്നെ ക്രഷ്ഡ് ചില്ലിയൊക്കെ ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചതിന് ശേഷം ഈ ചക്ക ഞാൻ അതിലേക്ക് തട്ടിയിട്ട് ഒരു സാധാരണ നാട്ടുമ്പുറത്തൊരു കറിയാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കുറേ ചക്കകൾ വെക്കാം. ഞങ്ങൾ വലിയൊരു കുടുംബമായിരുന്നു, 10-13 പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ കുറേ ചക്ക ഇങ്ങനെ വേവിച്ചതിന് ശേഷം 4 മണിക്ക് ഞങ്ങൾക്ക് കട്ടൻ ചായയുടെ കൂടെ ഞങ്ങളുടെ വലിയമ്മ ഇങ്ങനെ തരുമായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഓരോ പഴയ ഡിഷസ് ഒക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർമ്മ വരും കേട്ടോ. ചക്ക വയ്ക്കായാലും ചെറിയ ചക്ക വയ്ക്കായാലും പിന്നെ ബീഫും ചക്കയും അങ്ങനെയൊക്കെ വെക്കുമ്പോൾ എനിക്ക് പഴയ കാര്യങ്ങളാണ് പെട്ടെന്ന് ഓർമ്മ വരാം. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പം നമ്മുടെ ചക്ക ഉപ്പേരി ഏകദേശം റെഡി ആയിട്ടോ. മിക്ക ദിവസം കാലത്ത് ദോശയും ചട്നിയൊക്കെയാണ് ഉണ്ടാവാറ് കേട്ടോ. കാരണം വെച്ചാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പിന്നെ നമുക്ക് വേഗത്തിൽ കാര്യങ്ങൾക്ക് കഴിയാനായിട്ട് ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് എളുപ്പം. അപ്പം ഞാനത് തന്നെയായിരിക്കും ഉണ്ടാവുക. ഞാനും ഹസ്ബൻഡും മാത്രമേ കഴിക്കാനുണ്ടാവുള്ളൂ. മോൻ ആ സമയത്ത് സ്കൂളിൽ പോയിണ്ടാവും. 6 മണി 6:30 സമയത്തിനുള്ളിൽ മോൻ സ്കൂളിൽ പോകും. ദോശയിൽ കുറച്ച് നെയ്യ് പുരട്ടാറുണ്ട് കേട്ടോ. ഞാൻ പാത്രത്തിൽ നിന്ന് എടുത്തതിന് ശേഷം മാത്രമാണ് നെയ്യ് പുരട്ടാറുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പണികളുണ്ടായിരുന്നു. ചോറും 2 കറിയും ദോശയും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് പോകാനുള്ളതൊക്കെ ആക്കി കഴിഞ്ഞു. ഇപ്പോൾ UAE ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഏകദേശം ഒരു 10 ഡിഗ്രി വരെയൊക്കെയാണ് പോയിട്ടുള്ളത്. ഇനി ഇതിലും കുറയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പുറത്ത് നമുക്ക് ഉണക്കാൻ ഇടാനായിട്ട് പറ്റില്ല. അത് കൂടുതൽ തണുക്കും. അതുകൊണ്ട് ഉള്ളിലാണ് ഞങ്ങൾ ഇട്ട് ഉണക്കുന്നത് കേട്ടോ. അപ്പോൾ മടക്കി വെക്കാനും കുറേ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ പണി. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ ഞങ്ങളുടെ പഴയ സോഫയുടെ കുറച്ച് കുഷ്യൻസ് ആണ് കേട്ടോ. ഇത് പക്ഷെ നല്ല ഉപകാരമുള്ള സാധനമാണ്. അത് 4 ചെറിയ പില്ലോ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് നേരത്തെ 4:30 എണീറ്റ് കഴിഞ്ഞാൽ പണി പിന്നെ ചെയ്യാനായിട്ട് വയ്യാതെയാവും. അപ്പം അങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. അത് ചിലപ്പോൾ മിക്കതും ഞാൻ കളയാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാൽ പില്ലോ ഉണ്ടാക്കാനൊന്നും വയ്യ. ഇതെനിക്ക് തീരെ വയ്യ. അപ്പം ഞാൻ വേഗം ഇതൊക്കെ ഒന്ന് മടക്കി വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കണം എന്ന് വിചാരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
പിന്നെ എനിക്ക് ഭയങ്കര ഒരു അലർജിക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ തണുപ്പ് കൂടിയപ്പോൾ മുഖത്ത് മുഴുവൻ ഇങ്ങനെ ചെറുതായിട്ട് കുരുകുരായിട്ട് പൊന്തുകയും ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഭയങ്കര ചൊറിച്ചിലുണ്ടായിട്ടാ. അതിൻ്റെ കൂടെ തന്നെ കണ്ണ് ഭയങ്കരമായിട്ട് റെഡിഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അലർജിയുടെ ആണെന്ന് പറഞ്ഞു. മെഡിസിനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സിട്രസിനാണ് അവർ അലർജിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു പിറ്റേ ദിവസം കാലത്ത് എണീക്കാൻ തന്നെ വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം ഞാൻ വേഗം പണി കഴിച്ചതിന് ശേഷം കുറച്ചു നേരം കിടക്കണം എന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ഇനിയും പണിയുണ്ട്, അടിച്ചു വരണം, തുടയ്ക്കണം, അങ്ങനെ കുറേ പണികളുണ്ട്. പക്ഷെ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ചെയ്യാന്നുള്ള വിചാരത്തിൽ വേഗം വേഗം മടക്കി എടുക്കാണ് കേട്ടോ. മടക്കി എടുക്കുമ്പോൾ തന്നെ ഞാൻ തരം തിരിച്ച് വെക്കും. എൻ്റെ മോൻ്റെ ഹസ്ബൻഡിൻ്റെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് വെക്കും. അപ്പോൾ അത് അങ്ങനെ എടുത്തുകൊണ്ട് അതത് ഷെൽഫിൽ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് ബാൽക്കണി കഴുകണമെന്നുണ്ടായിരുന്നു, എന്തെങ്കിലും വന്നിട്ട് ബാൽക്കണി കഴുകണമെന്നുണ്ടായിരുന്നു. പക്ഷെ നടക്കും തോന്നുന്നില്ല. അത് ചെയ്തു വരുമ്പോഴേക്കും ഞാൻ കുഴഞ്ഞു വീഴാറായിട്ടുണ്ടായിരുന്നു, അത്രയും ക്ഷീണമായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം, കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.